എന്നാന്ന് മോളെ എന്റെ മുഖത്തൊരു വാട്ടം എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിന് 3 കാരണങ്ങൾ. നമ്പർ 1, രാവിലെ എന്നെ വഴിതെറ്റി ഹൈവേ കയറി പേടിച്ച് പെരങ്ങി പണ്ടാരടങ്ങി. ദാറ്റ്സ് ട്രൂ. എനിക്ക് ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ പേടിയാണ്. ഐ എം എ ലോക്കൽ സ്റ്റാർ. നമ്പർ 2, ട്രിപ്പ് പോയപ്പം സൂര്യദേവൻ കനിഞ്ഞ് അനുഗ്രഹിച്ച എന്റെ പ്രഭാവലയം മൊത്തം കത്തിപ്പോയി. ചുരുക്കി പറഞ്ഞ ടാൻ അടിച്ച് പിന്നെ ഡീഹൈഡ്രേഷൻ. മൂന്നാമത്തത്, നാട് വിട്ടുപോയി എന്റെ മൊയിലാളി തിരിച്ചു വന്നു. അനക്ക് വാടി പോവാൻ ഇത്രയെല്ലാം മതി. എന്റെ ഉച്ചക്കുള്ള നടത്തവും തൽക്കാലം തീരുമാനമായി. കാരണം മൂപ്പർക്ക് എല്ലാവരും ഒന്നിച്ച് വട്ടത്തിലിരുന്ന് ഫുഡ് അടിക്കണം. ടീം ബിൽഡിംഗ് ആണത്രേ, ടീം ബിൽഡിംഗ്. എനിക്ക് ഇവര് സംസാരിക്കുന്നത് സോക്കർ, എനിക്കാണെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല. ഇന്ന് വരുമ്പോൾ ട്രെയിനിൽ എന്തോ വൃത്തിയായിട്ട നാറ്റുണ്ടായിനി. ആരോ കുശു കിട്ടിയാൻ തോന്നുന്നു. സാധാരണ ഇരിക്കുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നപ്പോൾ നല്ല അടിപൊളി കാഴ്ചകൾ. ഇനി ഞാൻ സ്ഥിരമായിട്ട് ഇടിയിരിക്കാൻ തീരുമാനിച്ചു. ഇനി ഞാനൊന്ന് കാണിച്ചരേ. ആരും പേടിക്കണ്ട, ഇതാരും തല്ലിക്കൊന്ന് പൊത്തിവെച്ചൊന്നല്ല. എന്റെ ഭർത്താവ് അലക്കിയിട്ട് മടക്കേണ്ട തുണികൾ നല്ല ഭംഗിയായിട്ട് പൊത്തിവെച്ചാണ്. അല്ലെങ്കിൽ ഒരു പണ്ടേ വീട് വൃത്തിയേടാക്കി ഇടുന്ന ഇഷ്ടമല്ല. ഔട്ട്ഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകുന്നില്ലാന്ന് തീരുമാനിച്ചു. പുതിയ ആക്റ്റീവ് വെയർ വാങ്ങാൻ സമയമായി. ഡ്രസ്സ് എടുക്കാൻ ഓരോ കാരണങ്ങൾ. ജിമ്മിൽ പോകാത്ത സ്ഥിതിക്ക് ഞാൻ നാളത്തേക്കുള്ള ലഞ്ചും ഇന്നത്തേക്കുള്ള ഡിന്നറും കൂടി അങ്ങ് ഉണ്ടാക്കി. ആക്ച്വലി ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അതിനുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തോ ആയി മാറിയിട്ടുണ്ട്. എന്നാൽ ഞാനിതൊന്ന് തിന്നട്ടെ, നിങ്ങൾ പോയിട്ട് പിന്നെ വാ.